വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് എന്ന ടെക്സ്റ്റിൻ്റെ 28-ാം പേജ് മുതലുള്ള ഭാഗങ്ങളാണ്. ഇത് ഈ ചാപ്റ്ററിൻ്റെ 7ാമത്തെ പാർട്ടാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലേക്ക് പോകാം അല്ലേ. ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാറ്റ് ലീവ് ഇൻ വാട്ടർ are said to live in aquatic habitat. Some examples of aquatic habitat are ponds, lakes, rivers and oceans. Aquatic habitat ഉദാഹരണങ്ങളാണ് കുളങ്ങളെ, തടാകങ്ങളെ, നദികൾ, അതുപോലെ സമുദ്രങ്ങളൊക്കെ. Some animals such as frogs, ചില ആനിമൽസ് ഉദാഹരണത്തിന് തവളകൾ can live in water as well as on land. They are called amphibians. അവരെ ആംഫിബിയൻസ് എന്നാണ് പറയുന്നത്. ഉഭയജീവികൾ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഉഭയജീവികൾ. Some animals such as frogs can live in water as well as on land. These animals are called amphibians. ഇവയാണ് ആംഫിബിയൻസ് അല്ലെങ്കിൽ ഉഭയജീവികൾ എന്ന് പറയുന്നത്. വാട്ട് വുഡ് ഹാപ്പൻ, എന്ത് സംഭവിക്കും, ഇഫ് ദ ഹാബിറ്റാറ്റ് ഓഫ് എ പ്ലാന്റ് ഓർ ആൻ ആനിമൽ ഈസ് ഡാമേജ്. ഒരു ജീവി, അത് സസ്യമാകട്ടെ ജന്തുവാകട്ടെ, അത് ജീവിക്കുന്ന ആ സാഹചര്യം, ആ ഹാബിറ്റാറ്റ് നശിച്ചു പോവുകയാണെങ്കിൽ, ഇല്ലാതാകുകയാണെങ്കിൽ, അതിനെന്തെങ്കിലും കേടുപറ്റുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് എ ഗോഡ് ഡസ് നോട്ട് ഗെറ്റ് ഗ്രാസ് ടു ഈറ്റ്. ഒരു ആടിനെ കഴിക്കാൻ പുല്ല് കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ക്യാൻ എ ഫിഷ് സർവൈവ് വിത്തൗട്ട് വാട്ടർ. ഒരു മീനിന് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ചെക്ക് വിത്ത് യുവർ പേരൻസ്, ഗ്രാൻഡ് പേരൻസ് ആൻഡ് നെയ്ബേഴ്സ് ടു നോ അബൌട്ട് ദി പ്ലാന്റ്സ്, ബേർഡ്സ്, ഇൻസെക്ട് ഓർ എനി അതർ ആനിമൽ ദ യൂസ് ടു സീ ഫ്രീക്വൻലി ഇൻ ദിയർ ചൈൽഡ്ഹുഡ്. നിങ്ങളുടെ രക്ഷകർത്താക്കളോട്, ഗ്രാൻഡ് പേരൻസിനോട് അല്ലെങ്കിൽ അയൽക്കാരൊക്കെ എന്താണ് തിരക്കേണ്ടത്? ടു നോ അബൌട്ട് ദ പ്ലാന്റ്സിനെ പറ്റി അറിയാൻ, ബേർഡ്സ് ആൻഡ് ഇൻസെക്റ്റ് അല്ലെ പക്ഷികളെ പറ്റി, ഷഡ്പദങ്ങളെ പറ്റിയൊക്കെ അറിയാനായിട്ടേ അവരോട് ചോദിക്കണം. ആരോട് ചോദിക്കുന്ന? അയൽക്കാരൊക്കെ. ഓർ എനി അതർ ആനിമൽ ദേ യൂസ് ടു സീ ഫ്രീക്വൻലി ഇൻ ദിയർ ചൈൽഡ്ഹുഡ്. അവരുടെ കുട്ടിക്കാലങ്ങളിൽ അവരെന്തൊക്കെ പക്ഷികളെയാണ് കണ്ടിരുന്നത്, എന്തൊക്കെ മൃഗങ്ങളെയാണ് കണ്ടിരുന്നത്, അവ ഇപ്പോൾ കാണാനുണ്ടോ, അവയൊക്കെ ഇപ്പോൾ കാണാനുണ്ടോ എന്നുള്ള കാര്യങ്ങളെപ്പറ്റി അവരോട് നിങ്ങൾ സംസാരിക്കണം. മനസ്സിലായോ? ബട്ട് ഡു നോട്ട് സീ ആസ് ഓഫ് നൗ. ഇപ്പോൾ അവയെ കാണാത്ത മൃഗങ്ങൾ ഏതൊക്കെയാണെന്ന് അവരോട് ചോദിക്കണം. ദീസ് ചേഞ്ചസ് ഓഫൺ ഹാപ്പൻ വെൻ ഹാബിറ്റാറ്റ്സ് ആർ ചേഞ്ച്ഡ്. ചുറ്റുപാടുകളൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴാണ്, അവരുടെ ഹാബിറ്റാറ്റൊക്കെ ചേഞ്ച് ചെയ്തപ്പോഴാണ് ഈ പറയുന്ന ജീവികളെ ഒന്നും ഇപ്പോൾ കാണാൻ പറ്റാത്തത്. ദ ഡാമേജ് ടു ഹാബിറ്റാറ്റ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെയൊക്കെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെട്ടു പോയപ്പോൾ, ഇല്ലാതായപ്പോൾ, നശിച്ചു പോയപ്പോൾ, റിസൾട്ട്സ് ഇൻ ദ ലോസ് ഓഫ് ദെയർ ഹോംസ്. അവയുടെ വാസസ്ഥാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, ഫുഡ് നഷ്ടപ്പെട്ടു, അതില്ലാതായി. ആൻഡ് അതർ റിസോഴ്സസ്, മറ്റ് റിസോഴ്സസ് എല്ലാം നഷ്ടമായി. ദിസ് റിലേറ്റ് ടു ദ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഇതിപ്രകാരം വന്നപ്പോൾ ജന്തുവൈവിധ്യം തന്നെ ഇല്ലാതായി. ദ പോപ്പുലേഷൻ ഓഫ് ദി ബംഗാൾ ടൈഗറിൻ്റെ പോപ്പുലേഷനെ, അതുപോലെ തന്നെ ചീറ്റയുടേത്, ആൻഡ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് have been declined in India due to the loss of natural habitat caused by human activities. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവയുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് നഷ്ടപ്പെട്ടപ്പോഴാണ് ബംഗാൾ ടൈഗറിൻ്റെ വംശവിച്ഛേദനം വന്നു പോകുന്ന രീതിയിൽ കുറഞ്ഞു പോയത്. ചീറ്റയുടെ കാര്യത്തിൽ അതുതന്നെയാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡും അങ്ങനെ തന്നെയാണ്. അവയുടെ എല്ലാം പോപ്പുലേഷൻ ഡിക്ലൈൻഡ് ഇൻ ഇന്ത്യ. അവയുടെ എല്ലാം പോപ്പുലേഷൻ നശിച്ചുപോയി, പോപ്പുലേഷൻ കുറഞ്ഞു പോയി. കാരണം എന്താ? ഏറ്റവും കുറഞ്ഞു, വംശനാശത്തിൻ്റെ വക്കിൽ നിൽക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? ഹ്യൂമൻ ആക്ടിവിറ്റീസാണ്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ഇനിഷ്യേറ്റഡ് സെവറൽ പ്രോജക്ട്സ് ടു കൺസേർവ് അവർ ബയോഡൈവേഴ്സിറ്റി. നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ കൺസേർവ് ചെയ്യാനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് പല പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാണത്? പ്രോജക്റ്റ് ടൈഗർ. അത് 1973 തുടങ്ങിയത്. വാസ് ഇനിഷ്യേറ്റഡ് ഇൻ 1973. എന്തിനാത്? ടു പ്രൊട്ടക്ട് ദ ഡിക്ലൈനിങ് പോപ്പുലേഷൻ ഓഫ് ദി ടൈഗർ. ബംഗാൾ ടൈഗറിൻ്റെ പോപ്പുലേഷൻ കുറഞ്ഞു വരുന്നതും അതിനെ ബംഗാൾ ടൈഗറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പ്രോജക്റ്റ് തുടങ്ങിയത്.
The cheetah reintroduction project was initiated in 2022. 2022 ചീറ്റകളുടെ റീഇൻട്രൊഡക്ഷൻ പ്രോജക്റ്റ് തുടങ്ങിയത്. പുറത്ത് നിന്നൊക്കെ വിദേശത്ത് നിന്ന് ചീറ്റകളെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വളർത്തി വംശവിച്ഛേദം വന്നു പോകാതെ സംരക്ഷിക്കാനാണ് റീഇൻട്രൊഡക്ഷൻ നടത്തിയത്. ടു റീസ്റ്റോർ പോപ്പുലേഷൻ ഓഫ് ദ ചീറ്റയുടെ പോപ്പുലേഷൻ തീരെ ഇല്ലാതായത് റീസ്റ്റോർ ചെയ്യാനായിട്ടാണ്. സിമിലർലി ഇതുപോലെ ഹാബിറ്റാറ്റ് ഓഫ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഹാവ് ബീൻ ഡിക്ലെയർഡ് ആസ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് ഗുജറാത്ത്, രാജസ്ഥാൻ ആൻഡ് മധ്യപ്രദേശ്. ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും പ്രദേശങ്ങളൊക്കെ ഈ പറയുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനെ സംബന്ധിച്ചിടത്തോളം പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചു ഗവൺമെൻറ്. എന്തിനാ? അവയുടെ വംശവിച്ഛേദനം വന്നു പോകാതിരിക്കാനാണ്. എന്താണ് ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്നത് ഉയരമേറിയൊരു പക്ഷിയാണ്. അവയ്ക്ക് 1 മീറ്ററിലധികം ഉയരം കാണും. അതുകൂടാതെ 15 കിലോയോളം തൂക്കം വരാറുണ്ട് അവയ്ക്ക്. അത്രത്തോളം വലിയ പറക്കുന്ന പക്ഷിയാണ് നാം ഇപ്പോൾ പറഞ്ഞ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിൻ്റെ എണ്ണം തീരെ കുറഞ്ഞു പോയിരിക്കുന്നു. ഒരു 10ഓ 200ഓ അതിൻ്റെ അടുത്തൊക്കെ കാണുള്ളൂ. അത്രയ്ക്കേ കാണുള്ളൂ ഇന്ത്യയിൽ മൊത്തം. അപ്പോൾ ഇതിൻ്റെ വംശം ഇത്രത്തോളം കുറഞ്ഞു പോകാൻ കാരണം മനുഷ്യൻ ഉയർത്തിയിട്ടുള്ള വൈദ്യുതി ലൈനുകളാണ്. അതിൻ്റെ ഗമനപഥങ്ങളിൽ പറന്നു പോകുന്ന വഴികളിൽ കാണപ്പെടുന്ന വൈദ്യുത ലൈനുകളിൽ തട്ടിയാണ് ഇവയുടെ വംശം നശിച്ചു പോകുന്നതെന്നാണ് ആധുനിക പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ അതും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇവയുടെ വംശം ഇതുപോലെ കുറഞ്ഞു പോയിരിക്കുന്നത്. ട്രഡീഷണലി പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്, പരമ്പരാഗതമായിട്ട് സംരക്ഷിച്ചു വരുന്ന വനങ്ങൾ. സേക്രഡ് ഗ്രോവ്സ് എന്നും പറയാം. മലയാളത്തിൽ നമ്മൾ കാവുകളെന്നാണ് പറയുന്നത്. സർപ്പക്കാവുകളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വനങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്, ചെറിയ ഗ്രോവ്സിനെ സംരക്ഷിക്കുന്നുണ്ട്. സേക്രഡ് ഗ്രോവ്സ് ആർ അൺഡിസ്ട്രിബ്യൂട്ടഡ് പാച്ചസ് ഓഫ് ഫോറസ്റ്റിൻ്റെ അൺഡിസ്ട്രിബ്യൂട്ടഡ് പാച്ചസ് ആണ് ഈ പറയുന്ന കാവുകൾ. ദർ സൈസസ് മേ വേരി ഫ്രം ക്വൈറ്റ് സ്മോൾ ടു വെരി ലാർജ്. ചെറിയ കാവുകളുമുണ്ട്, വലിയ കാവുകളുമുണ്ട്. കേരളത്തിൽ നമ്മൾ സർപ്പക്കാവുകൾ എന്നൊക്കെ പറയുന്നവ. സേക്രഡ് ഗ്രോവ്സ് ആർ ഫൗണ്ട് ഓൾ ഓവർ ഇന്ത്യ. ഇന്ത്യയിൽ എല്ലായിടത്തും ഇവയെ കാണപ്പെടുന്നുണ്ട് ഇത്തരം കാവുകൾ. ദേ ആർ ഹോം ടു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇവിടെ പലതരത്തിലുള്ള പ്ലാന്റ്സും അതുപോലെ പലതരം ആനിമൽസും കാണപ്പെടുന്നുണ്ട്. ഇൻക്ലൂഡിങ് ന്യൂമറസ് മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ഔഷധ ചെടികളും കാണപ്പെടുന്നു. ദീസ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദി ലോക്കൽ കമ്മ്യൂണിറ്റി. ഇത് നമ്മുടെ ലോക്കൽ കമ്മ്യൂണിറ്റിയാണ് ഇവയെ സംരക്ഷിക്കുന്നത്. നമുക്കറിയാമല്ലോ, കാവ് വെട്ടാൻ ആരും സമ്മതിക്കില്ല. ആൻഡ് നോ വൺ ഈസ് അലൗഡ് ടു ഹാവ് എനി ആനിമൽ ആൻഡ് കട്ട് ട്രീസ് ഇൻ ദീസ് ഗ്രോവ്സ്. ഈ ഗ്രോവ്സ് കയറി മരം വെട്ടാനോ ഇവിടുത്തെ ആനിമൽസിനെ ഇല്ലാതാക്കാനോ കൊല്ലാനോ ഒന്നും ആരും സമ്മതിക്കില്ല. അവയെല്ലാം സേക്രഡ് ഗ്രോവ്സാണ്, വിശുദ്ധമായ കാവുകളാണ്. This way, sacred groves are community protected treasures of biodiversity. ഇവ ബയോഡൈവേഴ്സിറ്റിയുടെ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ്. ഫൈൻഡ് ഔട്ട് അബൌട്ട് ദി സേക്രഡ് ഏരിയാസ് ഇൻ യുവർ റീജിയൻ. നിങ്ങളുടെ പ്രദേശങ്ങളിലുള്ള കാവുകളെ പറ്റിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. യു മസ്റ്റ് പ്രൊട്ടക്ട് ബയോഡൈവേഴ്സിറ്റി. നിങ്ങൾ ബയോഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്തിനാ? ടു എൻഷുർ അവർ പ്ലാനറ്റ് ഈസ് ഫുൾ ഓഫ് ലൈഫ്. നമ്മുടെ ഈ പ്ലാനറ്റ് ഭൂമി ജീവജാലങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഹെൽപ്പിംഗ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ടു സർവൈവ് ആൻഡ് ത്രൈവ്. ഇവിടെ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ത്രൈവ് ചെയ്യണം, അല്ലെങ്കിൽ ഇവയൊക്കെ ഇവിടെ വസിക്കണം, സർവൈവ് ചെയ്യണം. അടുത്തതായിട്ട് നാം നോക്കുന്നത് കീവേഡ്സാണ്. ഒന്നാമത് അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അനുകൂലനങ്ങളാണ്. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ജന്തുശരീരത്തിലോ സസ്യശരീരത്തിലോ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അഡാപ്റ്റേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനുകൂലനങ്ങൾ. മോണോക്കോട്ട് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഏകബീജപത്ര സസ്യങ്ങളാണ്, ഒറ്റത്തടി വൃക്ഷങ്ങളാണ്. എക്സാമ്പിൾ തെങ്ങ്, കോക്കോസ് ന്യൂസിഫറ, തെങ്ങ് അല്ലെങ്കിൽ കമുക്, പന, അവയെല്ലാം മോണോക്കോട്ട് പ്ലാന്റ്സാണ്, ഒറ്റത്തടി വൃക്ഷങ്ങളാണ്. വേരുകളൊക്കെ ഫൈബ്രസ് റൂട്ട്സാണ്. അവയുടെ വേരുകൾ ഫൈബ്രസ് റൂട്ട്സാണ്. മോണോക്കോട്ട്സ് ഏകബീജപത്ര സസ്യങ്ങൾ. അതിൻ്റെ വിത്തിൽ ഒരു ബീജമേ കാണുള്ളൂ. ഡൈക്കോട്ടിനാണെങ്കിലോ 2 ബീജപത്രങ്ങളുണ്ട്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇത് മോണോക്കോട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ദെൻ ആംഫിബിയൻസ്. എന്താണ് ഈ ആംഫിബിയൻസ് എന്ന് പറഞ്ഞാൽ? ജീവിതത്തിലെ ഒരു ഘട്ടം
ജലത്തിലും പിന്നൊരു ഘട്ടം കരയിലും കഴിച്ച് ജീവിക്കുന്ന ജീവികളെയാണ് ആംഫിബിയൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ തവള, ഫ്രോഗ്സ് ഒക്കെ. അവയുടെ ആദ്യഘട്ടം ജീവിതത്തിൻ്റെ ഒരു ഘട്ടം മുട്ടയിൽ നിന്ന് വിരിയുമ്പോൾ മത്സ്യങ്ങളെപ്പോലെ വെള്ളത്തിലാണ് വളരുന്നത്. അവയ്ക്ക് ഗിൽസുണ്ട്, നീന്തി നടക്കാൻ ഫിൻസൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ അവയെ ടാഡ്പോളെന്നാണ് പറയുക. പിന്നെ അവ കരയ്ക്ക് കയറി സാധാരണ ഫ്രോഗിനെ പോലെ ജീവിക്കും. ഇപ്രകാരം കരയിലും വെള്ളത്തിലുമായി ജീവിതം കഴിച്ചു കൂട്ടുന്ന ജീവികളെയാണ് ആംഫിബിയൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം ഫ്രോഗ്, തവള. അടുത്തത് പാരലൽ വീനേഷൻ. വീനേഷൻ നിങ്ങൾക്കറിയാം, ഇലയിൽ സിരകളെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിക്കാണ് വീനേഷൻ എന്ന് പറയുന്നത്. പൂവരശ്, ആൽമരം തുടങ്ങിയ ഇലകളിൽ അവയുടെ ഇലകളിൽ സിരകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന റെട്ടിക്കുലേറ്റ് വീനേഷനാണ്. ഒരു പ്രധാന മിഡ്രിപ്പുണ്ട് നടുക്കൂടെ, അതിൽ നിന്ന് ശാഖോപശാഖകൾ വശങ്ങളിലേക്ക് പുറപ്പെടുന്നു. അങ്ങനെ അപ്രകാരം സിരകളെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ റെട്ടിക്കുലേറ്റ് വീനേഷനാണ്. എന്നാൽ മോണോക്കോട്ട് പ്ലാന്റ്സിലും ഗ്രാസിലും ഒക്കെ പാരലൽ വീനേഷനാണ് കാണപ്പെടുന്നത്. അവയുടെ ഇലകളിലെ സിരകളുടെ അറേഞ്ച്മെൻറ്റ് പാരലായിട്ടാണ്. ഉദാഹരണം തെങ്ങ്, കോക്കോസ് ന്യൂസിഫറ, തെങ്ങ്. അതുപോലെ പന, വാഴയിലും അവയുടെ ഇലയിൽ പാരലൽ വീനേഷനാണ്. If the veins in the leaves are arranged parallelly, then it is called parallel venation. Example, grass. Grass അതിന് ഉദാഹരണമാണ്. Maize, paddy, etc. are other examples. Aquatic means related to water. Fishes are aquatic animals. Animals and plants which are living in water are said to be living in the aquatic habitat. Reticulate venation. Reticulate venation is seen in the leaves of dicot plants. ദ്വിബീജപത്ര സസ്യങ്ങളിലെ അവയുടെ ഇലകളിൽ സിരകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് റെട്ടിക്കുലേറ്റ് വീനേഷനായിട്ടാണ്. നമുക്ക് ഇല പരിശോധിച്ചാൽ കാണാം. There is a main midrib in the leaf and branches arises from it. Such a venation is called reticulate venation. Example, peepal tree. The leaves of the peepal tree are examples. Next is biodiversity. Biodiversity എന്ന് പറഞ്ഞാൽ ജന്തുവൈവിധ്യം. ഒരു പ്രദേശത്ത് കാണപ്പെടുന്ന ജീവജാലങ്ങളുടെ വൈവിധ്യത്തിനാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ദെൻ സേക്രഡ് ഗ്രോവ്സ്. സേക്രഡ് ഗ്രോവ്സിനെ നമ്മൾ കാവുകൾ എന്നാണ് പറയുന്നത്. ലോക്കലി there are so many small forests in which animals and plants live and are protected traditionally and is called sacred groves. Cotyledons. The leaves within the seeds are called cotyledons. ഒരു വിത്തിൻ്റെ അകത്തുള്ള ബീജപത്രങ്ങളുടെ എണ്ണം 2 ആണെങ്കിൽ ഡൈക്കോട്ടാണ്. ഡൈക്കോട്ട് എന്ന് പറയുന്നു. ഒറ്റ ബീജപത്രം ഉള്ളെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് മോണോക്കോട്ട്. ഇപ്പോൾ ഡൈക്കോട്ടിൽ എന്തുണ്ട്? 2 ബീജപത്രങ്ങളുണ്ട്. ഡൈക്കോട്ട് പ്ലാന്റ്സ്, ഗുവാവ, ദിസ് ജാക്ക് ട്രീ, ഓൾ ദീസ് ആർ ഡൈക്കോട്ട് പ്ലാന്റ്സ്. മോണോക്കോട്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒറ്റ ബീജപത്രങ്ങളുള്ളവയാണ്. മനസ്സിലായില്ലേ? സോ ഡൈക്കോട്ട് പ്ലാന്റ്സ് ഹാവ് 2 cotyledons in their seeds. അതതിൻ്റെ ഉത്തരം. ദെൻ ടാപ്പ് റൂട്ട്. Tap root is the main root which arises from the seeds. It is big in nature. Branches arises from the tap root. All the dicot plants have a taproot system. Fibrous roots. Fibrous roots are seen in monocot plants and in grass. ഗ്രാസിൽ ഇങ്ങനെയാണ്. Roots of similar size and length arises as a bunch. These roots are of almost the same length and almost of the same size. Example, in coconut tree. Roots of the coconut tree are fibrous. Then terrestrial. What is meant by terrestrial? Related to the land. Animals which are living on the land are said to be terrestrial animals. Habitat. Animals which live in a place are the habitat of those animals or plants. Then trees. Trees are big plants having main stem and the branches arises higher upon the stem.
Herbs are plants soft and tender. Example peperomia, കോലുമഷി. Venation, arrangement of the veins on the leaf is called venation. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.